എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാനിന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ മഴയും കാറ്റും തണുപ്പും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചാനാണെന്നുണ്ടെങ്കിൽ ചെറിയ പനിക്കോള് പോലെയൊക്കെ ഉള്ളതുകൊണ്ട് സാറ്റിനെ വിട്ട് 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ്റിനെ കൊണ്ടാക്കിയിട്ട് അവൻ വന്നിട്ട് എൻ്റെ കൂടെ അവിടെ വന്നങ്ങനെ കിടക്കണേന്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റയൻ കൊച്ചും വിളിച്ച് അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് റയനെ കണ്ടൊന്ന് സംസാരിച്ചത്. റയൻ്റെ വിശേഷം എന്താണെന്ന് സബ്സ്ക്രൈബേഴ്സ് പരമസുഖമല്ലേ. പിന്നെ എന്താണ് സിഡ്നിന്ന് പോകുവാണെന്നാ ഇന്ന്? സിഡ്നി എന്തോ വിചാരിച്ചല്ല, എന്തോ വിചാരിച്ചത് ഇപ്പൊ കിട്ടിയില്ല. എന്റെ സൈഡിൽ നിന്ന് പോണില്ലെന്നാ പറഞ്ഞത് മെസ്സേജ്. എടാ ഞാനിപ്പോ മെസ്സേജ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ സിഡ്നിന്ന് പോകുക. സിഡ്നിയാ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ എവിടെയാ ഉള്ളത്? സൈഡിൽ നിന്ന് പനാമട പുറത്ത് അല്ല ഇപ്പൊ റണ്ണിങ്ങാ? ആങ്കറേജ്. നാളെ ഒരു 12 മണിയോടെ പോകും. പോകും. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസാ? നിന്റെ കാര്യം പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. അതെ, ഞങ്ങൾക്ക് ഇവിടെ ചിരിക്കാൻ വേറെ വകുപ്പൊന്നുമില്ലല്ലോ. നീ വന്നാലല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിന്റെ കാര്യം പറഞ്ഞ് അങ്ങ് ചിരിക്കും. എന്റെ മുഖത്ത് വല്ല എഴുതി വെച്ചിട്ടുണ്ടാ ചിരി 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 എന്തെങ്കിലും ഉണ്ടാ? ഇല്ല, നീ ഓരോ സാഹചര്യത്തിൽ എന്തൊക്കെ പറയും അത് പറഞ്ഞ് അങ്ങനെ ചിരിക്കും. ഇപ്പൊ റയനുണ്ടായിരുന്നെങ്കിൽ റയൻ ഇങ്ങനെ പറഞ്ഞേനെ, ഇപ്പൊ റയനുണ്ടായിരുന്നെങ്കിൽ റയൻ ഇങ്ങനെ പറഞ്ഞേനെ. അങ്ങനെ റയൻ്റെ റോജൻ്റെ ഒക്കെ വിശേഷങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ റയനോട് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചത് കേട്ടോ. റയന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പോകുന്നു. ജോലി ചെയ്യണം, ജോലി ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ജോലിയുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ റോജൻ്റെ വിശേഷം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോജൻ എന്തോ ഈ അവിടുത്തെ വെള്ളമൊന്നും നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വയറിന് പ്രശ്നങ്ങളായിട്ട് ഒരു ആഴ്ച അവൻ വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണേണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ കഴിഞ്ഞ ദിവസം കുറേ അധികം നേരം സംസാരിച്ചിട്ടുണ്ട്. അത് മിനിയാന്ന് രാത്രി അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവനെ വീഡിയോ കോളിലൂടെ കണ്ട് അങ്ങനെ കുറേയധികം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ കുഴപ്പമില്ല, എങ്കിലും ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്തായാലും. അപ്പോൾ റയൻ പറഞ്ഞത് അവിടെ ക്ലീൻ ഷേവ് ചെയ്യണം നിർബന്ധമാണ്. പക്ഷേ എൻ്റെ കൃതാവ് ഞാൻ ആദ്യം കയറ്റി വെട്ടി, പിന്നെ ക്യാപ്റ്റൻ അറിയാതെ കുഞ്ഞായിട്ട് ഇത്തിരിയായിട്ട് ഇറക്കിയത് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവൻ പറയണത്. അത് ക്യാപ്റ്റൻ കണ്ടിട്ടില്ല, ക്യാപ്റ്റന് മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. റയനാണെന്നുണ്ടെങ്കിൽ ഈ താടിയൊക്കെ വടിക്കുന്നത് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്യാപ്റ്റന് നിർബന്ധമാണ് താടി വടിക്കണം. റയനാണെങ്കിൽ ഭയങ്കര ഒരു കട്ട താടി വരുന്ന ആളായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വളർന്നു വരും. അപ്പോൾ ഇങ്ങനെ വടിക്കും തോറും മുഖത്തിന് ഈ അലർജി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ എൻ്റെ ജോലികളൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റിച്ചാനാണെന്നുണ്ടെങ്കിൽ ബ്രെഡും പുൾസയും മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ബ്രെഡിന് വേണ്ടിയിട്ട് ബ്ലിങ്കിറ്റിൽ ഓർഡർ കൊടുത്തിട്ട് പിന്നെ കുറച്ച് അതിനോട് ചേർത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചതാണ്. ഇപ്പോൾ പാലങ്ങനെ കുടിക്കണില്ല, വണ്ണം കൂടി തുടങ്ങി. എങ്കിലും ഇപ്പോൾ ഏതായാലും സാധനങ്ങൾ 200 സംതിങ്ങിൻ്റെ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ഞാൻ തുണി എൻ്റെ അതായത് കുട്ടികളുടെ തുണി ഒന്നിച്ച് ഇടും, എൻ്റെയും പപ്പടയും തുണി ഒന്നിച്ചിടും, അങ്ങനെ ഇടണത്. അപ്പോൾ ഇതിപ്പം എൻ്റെയും പപ്പടയും തുണികളാണത്. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ഡ്രയറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ ഡ്രയറിൽ കിടക്കുന്ന തുണിയൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഇത് കൊണ്ടുപോയിട്ട് ഇടാനായിട്ട്. അങ്ങനെ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം ബുൾസയും എല്ലാം ആക്കിയൊക്കെ കൊടുത്ത്. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ സാറ്റിനെ പോകുന്നത് ഞാൻ മിക്കവാറും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ കാണാറില്ല. സാറ്റിനെ കാപ്പി പോലും കുടിക്കാതെ പോവുള്ളൂ. കാപ്പിയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെയാണെങ്കിൽ കാർ എടുക്കുമ്പോൾ റൂബി ചാടി അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുറി അടച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് റൂബി അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ സാറ്റിനെ പോണത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ റൂബിയും ചാടി ഇറങ്ങി ആകെ കുളവാകും. അതുകൊണ്ടാണ് സാറ്റിനെ പോണതൊന്നും കാണിക്കാത്തത് കേട്ടോ. പിന്നെ വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ വന്ന സമയത്ത് ഞാൻ റൂബിയും കിടന്ന് ഉറങ്ങണേയിരുന്നു. ഇവരനങ്ങാതെ വന്ന് കയറി അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കണ സമയത്താണ് ഒരു വീഡിയോ എടുത്തത്. അത് ഇന്നലെ വീഡിയോയിൽ ഇടാനും മറന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കാം. അപ്പോൾ അങ്ങനെ സാറ്റർഡേ വീഡിയോ വരുന്നതും അവൾ സ്നേഹിക്കുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും എനിക്ക് അധികം ഉറങ്ങാനും ക്ഷീണമൊക്കെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അധികം കിടന്നുറങ്ങേണ്ട ഒരു ഇതൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം നല്ല ക്ഷീണവും നല്ല ഉറക്കവും ഇരുന്ന് കിടന്നിട്ട് അറിഞ്ഞില്ല, ഞാൻ റൂബി അറിഞ്ഞില്ല സാറ്റിനൊക്കെ വന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ പെട്ടെന്ന് തന്നെ കൈ എഴുന്നേറ്റ് കാത്തിരിക്കണമായിരുന്നു, ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കണമായിരുന്നു. അപ്പോൾ ഡബിൾ ബുൾസൈ അടിക്കുന്നത് പപ്പക്കാണ്, എനിക്കും റിച്ചാർഡിനും ഒക്കെ സിംഗിളും മതി. അപ്പോൾ അങ്ങനെ അത് രാവിലെ എളുപ്പപ്പണി അത് തീർന്ന്. പിന്നെ ആണെങ്കിൽ ഇന്നും പാചകം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പപ്പനെ ഞാനൊന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് വിട്ടിട്ടുണ്ട്. ഇത്തിരി പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാം, പഴം തീർന്നിരിക്കണേന്. അപ്പോൾ പപ്പ ഇത്തിരി കോവക്ക കൊണ്ടുവന്നത് ഇത്തിരി പഴുത്ത പോലെ എനിക്ക് തോന്നിയുണ്ട്. ഇപ്പം ഇന്ന് പാചകം വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ ആ കോവക്ക ഇനി ഇരുന്ന് പഴുക്കണ്ടല്ലോ എന്ന് വെച്ച് അത് മാത്രം ഞാനൊന്ന് മെഴുക്ക് പുരട്ടിയാക്കി. അതാണ് ഇന്ന് ആകെ ചെയ്തത്. പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നു, ചോറ് ഇരിക്കുന്നു, കപ്പ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ നിറഞ്ഞിരിക്കണമുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ പാചകമൊന്നും ചെയ്തില്ല. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം പാല് ഞാൻ തിളപ്പിച്ചിട്ട് കൊടുത്തട്ടാ. അല്ലെന്നുണ്ടെങ്കിൽ പാലെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ചായയും പാൽ ചായ എടുക്കണില്ലായിരുന്നു, പാലായിട്ടും ഒന്നും കുടിക്കണ്ടാവുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് പെരക്ക അടിച്ചു തുടക്കാമല്ലോ എന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളിലും പപ്പയ്ക്കിട്ട സ്യൂട്ടുകളെല്ലാം അങ്ങനെ ഉണക്കാതെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ഞാൻ മുറ്റത്തിട്ട് വെയിൽ കൊള്ളിച്ച് വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കവറിൽ അതിൻ്റെ ആ ഒരു ബാഗിലൊക്കെ ആക്കി. അങ്ങനെ കുറേ പണികളായിരുന്നു. പിന്നെ കുറേ അലക്കിയ തുണികളുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെക്കാനും അങ്ങനെ ഒതുക്കാനും പെറുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന്. അതിന് നമ്മൾ വീഡിയോ എടുത്തില്ല. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. പാചകമില്ല എന്ന് വിചാരിച്ച് പണിയില്ലാതിരിക്കില്ല, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്ത ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് ഓവറുകൾ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെൻഡിങ്ങായി കിടക്കുന്ന പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എൻ്റെ അടിക്കൽ കഴിഞ്ഞ് ഇതേ വേഗം തന്നെ ഞാൻ തുടക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോഴാണ് പപ്പ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് മട്ടാഞ്ചേരി കടയിലേക്ക് പോണത്. അപ്പോൾ റൂബി കുഞ്ഞ് പിന്നെ എല്ലാവരും പോണതും വന്നതൊക്കെ നോക്കി ഇവിടെ ഇരിക്കണുണ്ട്. മമ്മി പോകാതിരുന്നാൽ മതി, വേറെ ആര് പോയാലും റൂബിക്ക് പ്രശ്നമില്ല. അപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ സമാധാനമായിട്ടിരിക്കുന്നത്. ഞാനാണ് പോകാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവൾ വല്ലാതെ കിടന്ന് ബഹളം കൂട്ടും. അപ്പം മിക്കവാറും ഇപ്പോൾ കൂട്ടിലിടുകയോ റൂമിൽ പൂട്ടിയിടുകയോ ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണത് തന്നെ. എന്നിട്ട് ഞാൻ ഗേറ്റിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞിട്ട് മാത്രമേ അവൾ അഴിച്ചിടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് ഗേറ്റിൻ്റെ ആ പുറത്ത് നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും എന്നെ കാണുമ്പോൾ. ഞാൻ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അഴിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ കേട്ടോ. ഏതായാലും ഇപ്പം ഞങ്ങൾ ഭയങ്കര ആശ്വാസത്തിലാണ്. കാരണം കല്യാണവും മനസ്സമ്മതവും ഒക്കെ എങ്ങനെയാണ് റൂബി കുഞ്ഞിനെ അന്നത്തെ ദിവസം കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ അവളെ എന്തായാലും ഇവിടെ തന്നെ ഒറ്റക്ക് നിർത്തണ്ടേ എന്നുള്ള ഭയങ്കര വിഷമമായിരുന്നു. കല്യാണത്തിന് ഞങ്ങൾക്ക് കൂടുതൽ അതായിരുന്നു ഞങ്ങളുടെ വിഷമം. എന്ത് ചെയ്യും റൂബി കുഞ്ഞിൻ്റെ അവസ്ഥ, അവളങ്ങനെ ഒറ്റപ്പെട്ട് നിന്നിട്ടില്ലല്ല എന്നൊക്കെയുള്ളത്. പക്ഷേ അതെല്ലാം അവൾ അറിഞ്ഞ് മനസ്സിൽ എന്തോ അവർക്ക് തിരിച്ചറിവുണ്ട്. അതൊക്കെ അവർക്ക് മനസ്സിലായി ഒരു കുഴപ്പവും കൂടാതെ കരയാതെ അവൾ അവിടെ നിന്നിട്ടാ. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ഈ മൃഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അവരെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അത് ദൈവം തന്നെ അവൾക്കൊരു തിരിച്ചറിവ് കൊടുത്തെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ എപ്പോഴും ഞാൻ വീട്ടിൽ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഈ റൂബി ഇരുന്ന് കരഞ്ഞ് കണ്ണീന്ന് മൂക്കിന്നൊക്കെ ഒഴുകി അവളുടെ താടി കഴുത്ത് ഇതെല്ലാം നനഞ്ഞ് കുതിർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. എപ്പോൾ വന്ന് നോക്കുമ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണത്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ മനസ്സമ്മതത്തിന് പോയി, കല്യാണത്തിന് പോയി, റൂബി ഒരു രീതിയിലും കരഞ്ഞിട്ടുമില്ല, ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല. കഴുത്തും എല്ലാം ഉണങ്ങി ഡ്രൈ ആയിട്ടാണ് ഇരുന്നേച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് അത് അത്ഭുതം തന്നെയാണ് ശരിക്കും തോന്നിയത്. ഇന്ന് വരെ കാണാത്ത, കാരണം ഒരാൾ പോലും വീട്ടിലില്ല, എന്നിട്ട് പോലും അവൾ കരഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ദൈവത്തിനോട് 1000 നന്ദി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റൂബി കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ അവളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ചാനലിൽ അത് ഇൻസ്റ്റാ പേജിലാന്ന് തോന്നുന്നുണ്ട്, അവരുടെ നന്നൂസും പിന്നെ എന്താണ് രാജപ്പൻ എന്ന് പറഞ്ഞ് 2 ഡോഗ് UK അവർ അതിത്തിരി എല്ലായിടത്തും ആ ഒരു പ്രത്യേക ബ്രീഡൊക്കെയാണ് ആ ഡോഗുകൾ. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ആ ഡോഗിനെ. അപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണി, സബ്സ്ക്രൈബേഴ്സിൻ്റെയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള 2 ഡോഗുകളാണ്. അപ്പോൾ അവർ ഈ ഇടയ്ക്ക് നാട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു, UK നാട്ടിലേക്ക് 1 മാസം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിനെ ഇട്ടിട്ട് പോരാൻ, ഞങ്ങൾക്ക് ഭയങ്കര 2 കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് പോരാൻ സങ്കടമുണ്ട്, പക്ഷേ നമുക്ക് 1 മാസമെങ്കിലും ഒന്ന് നാട്ടിലേക്ക് വരണ്ടേ. അങ്ങനെ അവരുടെ തൊട്ടടുത്ത ഏറ്റവും സ്നേഹമുള്ള അവരുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെയാണ് ഇവരെ ഏൽപ്പിച്ചിട്ട് നോക്കാനൊക്കെ ആളുകൊണ്ട് അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്.
പക്ഷെ അവർ നാട്ടിൽ വന്ന സമയത്ത് തന്നെ അതിലൊരു ഡോഗ് അവിടെ മരണപ്പെട്ട്. അത് എന്തോരം വിഷമം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളുടെ റൂബീന ആ സ്ഥാനത്ത് നമ്മളൊന്ന് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവിടെ നിങ്ങൾ പോകുന്നതാ, അവിടെ ഭയങ്കര ചൂട് കാറ്റാ, അങ്ങനെ എന്തോ UK ഭയങ്കര ചൂട് കാറ്റൊക്കെ അടിച്ചിട്ട് ഈ ഡോഗ് പുറത്ത് ഓടിക്കളിച്ച്, അതിന് അങ്ങനെ ഓടിക്കളിക്കാൻ ഇഷ്ടമാണ്. അതോടുകൂടി തലകറങ്ങി വീണ് പിന്നെ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു, റൂബിക്ക് ഇനി എന്തെങ്കിലും വരുമോ നമ്മളെ കാണാതെ എന്നൊക്കെ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അവൾ നല്ല ഇതായിട്ട് ഒരു കുഴപ്പം കൂടാതെ നിന്ന്. അപ്പോൾ ഞാനില്ലേ ഇന്നിപ്പോൾ റിച്ചാർഡിന് കഞ്ഞി മതി എന്നാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് കുക്കറിൽ ഞാൻ ഇത്തിരി കഞ്ഞിയായിട്ട് വെച്ച്, ചോറ് ബാക്കിയുണ്ട്, ഫ്രൈഡ് റൈസ് ഫ്രിഡ്ജിലുണ്ട്, ചിക്കൻ കറിയുണ്ട്, ഇത് ചാള വറുത്തത്, അച്ചിങ്ങ വറുത്തത്, ഇതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യും, കളയാൻ പറ്റുമോ? അപ്പോൾ ഇന്നെന്തായാലും ഒന്നും ഉണ്ടാക്കണ്ടെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് പപ്പ സാറ്റിനടുത്ത് ചോദിക്കേണ്ടായിരുന്നു, മധുരക്കിഴങ്ങ് ഇഷ്ടമാണോ എന്ന്. കാരണം പപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണല്ല. അപ്പോൾ സാറ്റിന് പറഞ്ഞ് ഞാൻ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞതാ പപ്പ മധുരക്കിഴങ്ങ് മേടിച്ചു കൊണ്ടുവന്നിട്ട്. അപ്പോൾ അത് കൈയോടെ ഞാനിന്ന് അങ്ങോട്ട് സ്റ്റീം കയറ്റാൻ വേണ്ടി വെച്ചതാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സാറ്റിനൊക്കെ പഴംപൊരി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പഴം മേടിച്ച് കൊണ്ടുവന്നെങ്കിലും ഓരോരോ പഴം അത്യാവശ്യം എടുത്ത് പഴം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വീണ്ടും പഴം ഇത്തവണ പപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പഴുത്ത പഴവും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത ദിവസം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട്. പിന്നെ ഇനി ഈ ഞാൻ നേരത്തെ തുടങ്ങി പറയാം, കോവക്ക കൊണ്ടുവന്നിട്ട് അത് ഇത്തിരി പഴുത്തിട്ടുണ്ടാകും എന്തായാലും. എനിക്കറിയാം കോവക്ക എപ്പോഴും പഴുത്ത കോവക്കയെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് ഇപ്പം തന്നെ ആവശ്യമില്ല എങ്കിൽ പോലും അതിപ്പോൾ തന്നെ ഒന്ന് മെഴുക്ക് പുരട്ടി ആക്കി വെച്ചില്ലെങ്കിൽ അത് വീണ്ടും ഇരുന്നിട്ട് ഡാർക്ക് റെഡ് കളറാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. ചെമ്മീനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പീര ഇത് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ തേങ്ങാപ്പീര തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടണം. ഇന്നലത്തെ കൊണ്ട് തേങ്ങാപ്പീര തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഞാൻ കാലത്ത് ഇപ്പോൾ തേങ്ങയുടെ ഉപയോഗം ഉണ്ടായിരുന്നില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രെഡ് ആയിരുന്നുകൊണ്ട് തേങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് സാവധാനം തേങ്ങയൊക്കെ ചിരണ്ടി വെക്കണം. അപ്പോൾ അങ്ങനെ കോവക്കയാണെങ്കിൽ പപ്പ 1/2 കിലോ കൊണ്ടുവന്നേക്കണേ. സാധാരണ ഞാൻ പറയില്ല, ഞാൻ 1/4 കിലോയെ മേടിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതവിടെ കിടക്കും. അങ്ങനെ ഇതിപ്പോൾ സാറ്റിനയും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നുണ്ട്. 1/2 കിലോ സാറ്റിനാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചേ കഴിക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. സാറ്റിന് അങ്ങനെ ചോറും കറികളോടും അത്ര വലിയൊരു പ്രതിപത്തിയില്ല. എങ്കിലും കഴിക്കണമല്ലോ പച്ചക്കറികൾ എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും അതെല്ലാം കൂടി ഞങ്ങൾ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് ഇത് എടുക്കുവാന്ന് പോലും എനിക്ക് അറിയില്ല, എങ്കിലും അത് വേവിച്ചങ്ങോട്ട് വെക്കണേണ്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി വേവുണ്ട്, അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വേവിക്കാൻ വെച്ച്. അപ്പോൾ ഇത് ഒന്ന് കുത്തി നോക്കിയതാണ്. അപ്പോൾ ഒരു ഇത്തിരിയും കൂടി വേവ് ബാക്കിയുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇവിടെ ഞാൻ മൂടി വെച്ചേട്ടാ. ഇത് നല്ലതുപോലെ വെന്തിട്ട് മാത്രം ഓഫ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് അത് ഹാർഡായി വരും. അപ്പം നല്ല പഞ്ഞി പോലെ വേഗണം വരെ ഞാൻ വേവിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് കറക്റ്റ് പരുവത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഒരിത്തിരി മാത്രമായിട്ടുള്ളത് ഞാൻ എടുത്തതാണ് ഇപ്പോൾ കഴിക്കാൻ. പിന്നെ വേറെ ചിക്കൻ കറി കുറച്ചധികം ഫ്രിഡ്ജിൽ വേറെ പാത്രത്തിൽ ഇരിക്കുന്നുണ്ട്, അത് വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനാണെങ്കിൽ ഫുഡിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു മടുപ്പുള്ളതുകൊണ്ട് ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഒരു 2 കോഴിമുട്ട എടുത്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കഴിക്കുമായിരിക്കും എഴുന്നേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ആൾ തൊട്ടില്ല, ഒട്ടും തന്നെ വേണ്ട. ചില സമയത്ത് അങ്ങനെയാണ്. ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടില്ലേ, കൊടുത്തപ്പോൾ തന്നെ കഴിച്ചതുണ്ട്. അങ്ങനെ ഇടക്കാണ്, വല്ലപ്പോഴും മാത്രമേ അങ്ങനെ കഴിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാറിക്കിടക്കും, കഴിക്കൂല. അപ്പം ഞാൻ അവിടെ ആ ബെഡിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് 2 കുഞ്ഞു പീസ്, അതും ആൾ നോക്കണില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇവളുടെ കൂടെ ഇരുന്നിട്ട് എൻ്റെ നേരം കളയണ്ടല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനത് അവിടെ ഇട്ടിട്ട് പോയിട്ടാണ്. പിന്നെ സാവധാനം കഴിപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എൻ്റെ ബെഡ്റൂമിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യണ സമയത്ത് കൊടുത്തപ്പോൾ ഒരു ഇത്തിരി കഴിച്ച്, എങ്കിലും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രയർ ടൈമിലാണ് ഫുഡ് കൊടുക്കുന്നത്. പ്രയർ ടൈം എന്ന് പറയുമ്പോൾ ഒക്കെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. ആ സമയത്ത് ഫുഡ് കൊടുത്താൽ കഴിക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ തീരെ മടുപ്പ് കാണിക്കുമ്പോൾ അതങ്ങനെ തന്നെ മാറ്റി വെക്കും, പിന്നെ നമ്മൾ അവളെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ സാറ്റർഡേ 2 ദിവസം ഇങ്ങനെ ജോലിക്ക് പോയിട്ട് വരുന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥന കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥന വലിയപ്പോൾ. കാരണം സാറ്റർഡേക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണി വരെ ശരിക്കും ഇരുന്നിട്ട് വർക്ക് ചെയ്യണം ഓഫീസിൽ. പക്ഷേ നേരത്തെ ഒരു 4:30 തന്നെ അവർ ഇറങ്ങും. ബാക്കി വർക്ക് വീട്ടിൽ വന്നിട്ടാണ് എല്ലാവരും ചെയ്യണത്, സാറ്റിന് മാത്രമല്ല എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് സാറ്റിൻ്റെ വീട്ടിലേക്ക് എത്തിയാലും സാറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല.
ബാക്കി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് കുളിച്ച് അക്ക വരുമ്പോഴത്തേക്കും മണി 8 ആകും. അതിൻ്റെ ഇടയിൽ ചായ കുടിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ പ്രാർത്ഥന നമുക്ക് 7 എന്നുള്ളത് കുറച്ചങ്ങ് നീങ്ങി 7-7:30 ചെല്ലുമല്ല, അതൊക്കെ ഇത്തിരി മാറി ഒക്കെ പോകണ്ട, അത് കുഴപ്പമില്ല. അപ്പോൾ റിച്ചാർഡിന് കഞ്ഞി എടുക്കണേന് റിച്ചാർഡ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. റിച്ചാർഡ് കാലത്ത് തന്നെ കിടന്നുറങ്ങണമായിരുന്നു, ഭയങ്കര ഒരു തളർച്ചയൊക്കെ ആയിട്ട്. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേഗം കഞ്ഞിയൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 3 ആളും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് റിച്ചാർഡ് പോയിട്ട് സാറ്റ്നെ കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ റൂബിതയെ വെയിറ്റ് ചെയ്തിരിക്കണേ. പൊന്നമ്മേ ചേച്ചി വന്നുണ്ടാവും ഞാൻ. ആദ്യം കുറച്ച് സ്നേഹിക്കട്ടെ. ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി വന്ന ചേട്ടന നോക്കണുണ്ട. എന്റെ പൊന്നെ ഇത് കൊറേ മേടിച്ച എന്ത് സാധനമാണ് ഓടി വന്നിട്ട് ഇതെപ്പ മേടിച്ചാണ്? നിങ്ങൾ മുണ്ടപ്പരിക്കടപ്പോയാ? തത്തമ്മക്ക് ചീട്ടിട്ടേക്കാണ്. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കടാ. ആട്ടുംപാല ആട്ടുംപാല് ഇപ്പൊ വെജീസ് ഒക്കെ വന്നിട്ടുണ്ട്, അത് കൊച്ചു കഴിക്കത്തില്ല. എന്റെ പൊന്നെ എന്റെ ഫോൺ കൂട്ടി എന്റെ കൈ ഇവിടെ വേദന എടുത്തു. എങ്ങനെ കൊടുക്കണമെന്ന് അറിയാലോ. അത് സ്ഥിരം കൊടുക്കണല്ലേ? ആട്ടുംപാൽ കൊടുത്താലോ? ചില പാട്ടുമരുന്നില്ലെങ്കിൽ ആദ്യം കുടിക്കുമ്പോ അവക്ക് പേടിയുണ്ടാവും. അങ്ങനെയല്ല, പഠിപ്പിച്ചോ. ഓ ഒട്ടും താമസം ഉണ്ടായില്ല, ഒട്ടും താമസം വന്നില്ല. കൊച്ചിന് എന്റെ കൊച്ചിന് ഇല്ല അത് വേണ്ട. ഒറ്റ കഴിച്ചു ചായ കുടിക്കാൻ എടുത്തു. കുറുമ്പിന് ഇഷ്ടപ്പെട്ട എന്ത് ടേസ്റ്റായുടെ ഒരെണ്ണം കൂടി കൊടുക്കണോടാ കുഞ്ഞിന്. കൊച്ചിന് തിന്ന് കഴിയുമ്പോ വെയിറ്റ് ചെയ്തിരിക്കണേന്ന്. കൊച്ചിനെ ആട്ടുംപാലാണ് ഇഷ്ടപ്പെട്ടത്. മതി ചായ കൂടി. അതാ കവറേ അവിടെ ഇട്ടേച്ചടാ. പിന്നെ വല്ല ആവശ്യം കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. എടാ നീ പഴയതൊക്കെ എടുത്തിട്ടത് എന്തേ? പിന്നെ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. കാരണം സെൻസസ് എടുക്കാൻ വേണ്ടി ഇന്ന് വന്നേ. അപ്പോൾ ഒരു നമ്പർ വന്നിട്ടും പോയി, അടുത്ത ആഴ്ചയിൽ വരും. അപ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ ചോദിക്കാൻ നേരത്ത് കംപ്ലീറ്റ് എവിടെയാണ് നമ്മുടെ ജന്മം കൊണ്ട് ഇവിടെയാണ്. ഇപ്പോൾ സെൻസസ് എടുക്കുന്നത് കൊണ്ട് തന്നെ പപ്പ സാറ്റ്നയുടെ ഡീറ്റെയിൽസാണ് ഈ ചോദിക്കുന്നത്. കാരണം സാറ്റ്നയൊക്കെ വേറെ പല നാടുകളിലുമാണ് പഠിച്ചിട്ടൊക്കെ ഉള്ളത്. കാരണം പപ്പ ഇത് മിലിറ്ററിയിലായിരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്നൊക്കെയാണ് പപ്പ ചോദിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് വെക്കണേ. ഇവിടെ ആളുകൾ എഴുതാൻ വരുമ്പോൾ സാറ്റ്ന ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അന്ന് ഇഷ്ടമുള്ളത് ചോദിക്കണമല്ല. ആ വേണം. പിന്നെ എന്റെ പോലെ എനിക്ക് പൊറോട്ട ഇറച്ചി വേണ്ടെന്ന് പറയണോ? ഞങ്ങൾക്ക് എന്ത് സന്തോഷം എന്നറിയാമോ ഇവക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ. ഗ്രേവിയൊക്കെ ആര് തിന്നെ?
പൊട്ടപ്പട്ടിയടി. അത് ഈ ചോറ് കൊടുക്കണ പട്ടികളില്ലേ, അവർക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേവി ഇട്ടിട്ട് പെരട്ടി കൊടുക്കണത്. ഇവിടെ ചോറ് തിന്നൂലല്ലോ. പിന്നെ നമ്മ പിന്നെ അതെന്തിനാ മേടിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അതുകൊണ്ട് ബോംബാണെന്നും പറഞ്ഞാണ് പറയിക്കണം ചോറിന് പെരട്ടി കൊടുക്കാൻ നേരത്ത്. എൻ്റെ എന്നിട്ട് മമ്മി ചോറ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി 2 ലാപ്ടോപ്പിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് മറ്റേ ലാപ്ടോപ്പിലും കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ അതങ്ങനെ വേഗം കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ സാറിൻ്റെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച പഴമൊക്കെ തീർന്നിട്ട് ഒരു പഴം ഉണ്ടായിരുന്നത് സാറിനെ കഴിക്കാൻ കൊടുത്ത്, പിന്നെ കപ്പ് കേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കപ്പ് കേക്ക് തലേന്ന് വെച്ചത് അപ്പം തന്നെ കഴിച്ച് തീർത്തിട്ട് എല്ലാവരും കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ എടുത്ത് വെച്ചത് വേറെ കപ്പ് കേക്കാണ് കേട്ടോ, അല്ലാതെ അത് തന്നെ എടുത്ത് വെച്ചെന്ന് ചിന്തിക്കരുത്. ഇതിപ്പോൾ തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലേ ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്